യെസ്, എന്താണ് ഒരു ഡബിൾ എൻട്രി സിസ്റ്റം നമുക്ക് നോക്കാം. ഡബിൾ എൻട്രി സിസ്റ്റം അതായത് ആക്ച്വലി അക്കൗണ്ടിങ് വർക്ക്സ് ഓൺ എ വെരി സിമ്പിൾ ഐഡിയ. അതായത് ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും അതിന് എന്തുണ്ടാവും, ടു സൈഡ്സ് ഉണ്ടാവും എന്നൊരു ഐഡിയയിലാണ് ആക്ച്വലി അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം. പക്ഷെ ഏതൊരു ബിസിനസ് ആക്ടിവിറ്റി ആയാലും സംതിങ് എന്തേലുമൊക്കെ ബിസിനസ്സിലോട്ട് വരും, എന്തേലുമൊക്കെ ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോകും. സോ എവറി ട്രാൻസാക്ഷൻ അഫക്ട്സ് അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട്സ്. ക്ലിയർ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബിസിനസ് കുറച്ച് ഫർണിച്ചർ വാങ്ങി. ഓക്കെ, സോ ഇറ്റ് അഫക്ട്സ് ടു അക്കൗണ്ട്സ്. ഫർണിച്ചർ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും. ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും അല്ലെ? അപ്പൊ ക്യാഷ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും. സോ ഫർണിച്ചർ കംസ് ഇൻ ടു ദ ബിസിനസ്, ക്യാഷ് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ് അല്ലെ? അപ്പൊ ഈ തരത്തില് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു സൈഡ്സ്. ഓക്കെ, സംതിങ് കംസ് ഇൻ ടു ദ ബിസിനസ് ആൻഡ് സംതിങ് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ദിസ് ഇസ് കോൾഡ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നാണ്. ഇപ്പൊ ഒരു വൈ ഇസ് ഇറ്റ് കോൾഡ് ഡബിൾ എൻട്രി? ബിക്കോസ് ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടും, മറ്റൊരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇറ്റ് ഈസ് വൺ അക്കൗണ്ട് is debited and another account is credited. Is credited. ഈ ഒരു ഉദാഹരണത്തിൽ വരികയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സ്റ്റഡി ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കും എങ്ങനെയാണ് അത് ഡെബിറ്റ് ചെയ്തതിന് കൊടുക്കും, ക്രെഡിറ്റ് ചെയ്തതിന് കൊടുക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇത്ര തന്നെ പഠിച്ച നോക്കി എന്താണെന്ന് വെച്ചാൽ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു സൈഡ്സ്. ഓക്കെ, ഒരു ബിസിനസ് ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിയിൽ തന്നെ എന്തെങ്കിലും ഒരു സാധനം ബിസിനസ്സിലോട്ട് വരുന്നുണ്ടാവും, എന്തെങ്കിലും സാധനം ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടാവും. സോ എവറി ട്രാൻസാക്ഷൻ അഫക്ട്സ് അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട്സ്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാണ്. അതിൽ ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടും, അനദർ അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ് and both sides are recorded together. അതുകൊണ്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് എ ഡബിൾ എൻട്രി സിസ്റ്റം ഓർ ഇമ്പോർട്ടൻസ് ഓഫ് എ ഡബിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഹെൽപ്സ് ഇൻ ആക്യുറസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈസിലി ചെക്ക് ചെയ്യാൻ പറ്റും ടോട്ടൽ ഡെബിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ് ആണോ നോക്കും അല്ലെ? ഇഫ് ടോട്ടൽസ് ഡു നോട്ട് മാച്ച് there is some mistake അല്ലെ? ഇത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഡബിൾ എൻട്രി ആയതുകൊണ്ട് ടോട്ടൽ ഡെബിറ്റ് എടുക്കാം, ടോട്ടൽ ക്രെഡിറ്റ് എടുക്കാം, അത് രണ്ട് ഈക്വൽ ആണോ നോക്കാം. ഈക്വൽ അല്ലെങ്കിൽ there is some mistake. ഓക്കെ, പിന്നെ another important it gives a complete financial picture. അതേപോലെ it helps in preparing final accounts. ഫൈനൽ അക്കൗണ്ട്സ് എന്താ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കി അല്ലെ? ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതേപോലെ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഓഡിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഡബിൾ എൻട്രിയെ കുറിച്ച് വളരെ കുറച്ച് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം പത്രം നോക്കിയാൽ മതി. ഇത്ര ഇതിൽ ആവശ്യമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ CSCT ഈ അക്കൗണ്ടിങ്ങിൽ ഉള്ളൂ. സോ ഡോണ്ട് വറി. ഓക്കെ, ഇനി ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആൻ അക്കൗണ്ട്. മീനിങ് ഓഫ് അക്കൗണ്ട്. മീനിങ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അക്കൗണ്ട് മീൻസ് it's a record of transaction related to ഏതെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ പേഴ്സൺ. that is an account. An account is a record of transaction related to വൺ ഐറ്റം അല്ലെങ്കിൽ പേഴ്സൺ. ഉദാഹരണത്തിന് ഇപ്പോ ഒരു ക്യാഷ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്താ പറയാ, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും അല്ലെ? ഒരു ക്യാഷ് ആണ് ഐറ്റം എന്ന് വെക്കാം. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. ഇനി ഒരു പേഴ്സണിനെ റിലേറ്റഡ് ആണ്, റാമിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, റാംസ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ഈ പെർട്ടിക്കുലർ അക്കൗണ്ടിൽ
റാമുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഉണ്ടാവും. ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഉണ്ടാവും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഉദാഹരണത്തിന് ഇപ്പൊ സപ്പോസ് ബിസിനസ് പർച്ചേസസ് ഗുഡ്സ് ഫ്രം റാം, ഓക്കെ, അങ്ങനെ എന്താ വരും? ദെൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ പർച്ചേസസ് അക്കൗണ്ടും റാംസ് അക്കൗണ്ടും. റാംസ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് ചോദിക്കും എത്ര ബിസിനസ് റാമിന് കൊടുത്തു, എത്ര ഇനി കൊടുക്കാനുണ്ടെന്നെല്ലാം ആ റാംസ് അക്കൗണ്ടിൽ കൃത്യമായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു ബിസിനസ് റാമിന്റെ നിന്ന് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ സോ റാമിന് പുറത്ത് പൈസ കൊടുക്കുന്നുണ്ട്, അപ്പൊ എത്ര കൊടുത്തു, എത്ര കൊടുക്കാനുണ്ട്, അതെല്ലാം റാംസ് അക്കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, നൗ വിൽ മൂവ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ഐറ്റം അല്ലെങ്കിൽ പേഴ്സൺ എന്തോ ആയിക്കോട്ടെ അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് അക്കൗണ്ട് ഈസ് എ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു വൺ ഐറ്റം ഓഫ് പേഴ്സൺസ്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, റാം ആണെങ്കിൽ റാംസ് അക്കൗണ്ട്, ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട്, ആ രീതിയിൽ. ക്ലിയർ? ഓക്കെ, ഇനി ലെറ്റ്സ് ഡിസ്കസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. Classification of accounts. Actually, accounts are mainly divided into three types. മൂന്ന് ടൈപ്സ് ആയിട്ടാണ് അക്കൗണ്ട്സ് ഡിവൈഡ് ചെയ്യുന്നത്. വൺ ഈസ് എ റിയൽ അക്കൗണ്ട്, സെക്കൻഡ് വൺ ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്, and third one is a nominal account. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്നും എന്താണെന്ന് ഒരു ബേസിക് മാനറിൽ നോക്കാം. സോ ഫസ്റ്റ് ടേക്ക് ഔട്ട് റിയൽ അക്കൗണ്ട്. ആക്ച്വലി റിയൽ അക്കൗണ്ട് റിലേറ്റ്സ് ടു അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി. അസറ്റ്സ്, പ്രോപ്പർട്ടീസ്, ദാറ്റ് ഇസ് അസറ്റ്സ് അല്ലെങ്കിൽ properties, anything that business owns, അതിനാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എനിത്തിങ് ദാറ്റ് ബിസിനസ് ഓൺസ്, തിങ് ദാറ്റ് ബിസിനസ് ഓൺസ്, അസറ്റ്സ്, പ്രോപ്പർട്ടീസ് ഒക്കെ ആവാം. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് റിയൽ അക്കൗണ്ട്സ് ഉണ്ട്. വൺ ഈസ് റിയൽ അക്കൗണ്ട്സിന്റെ അസറ്റ്സ് എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള അസറ്റ്സ് ഉണ്ടല്ലോ. സോ ടാൻജിബിൾ അസറ്റ്സ് ഉണ്ട്, അത് റിയൽ അക്കൗണ്ട്സിൽ വരും. ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി ടച്ച്, തൊടാൻ പറ്റുന്നത്, ക്യാഷ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, അതൊക്കെ നമുക്ക് തൊടാൻ പറ്റും. അതിനാണ് നമ്മൾ ടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ടാൻജിബിൾ അസറ്റ്സ് ആർ വൺ ടൈപ്പ് ഓഫ് റിയൽ അക്കൗണ്ട്. പിന്നെ വരുന്നത് ഇൻടാൻജിബിൾ അസറ്റ്സ്. ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാല് ഗുഡ് വിൽ, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, അതൊക്കെ ഇല്ലേ. നമ്മുടെ ഒരു റിലയൻസ് ഇൻഡസ്ട്രി അവർ കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അവരെന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങും. കാരണം എന്താ? ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദർ ഗുഡ് വിൽ. അത് നമുക്ക് തൊടാൻ പറ്റില്ല, അല്ലെ? അതേപോലെ തന്നെ പേറ്റന്റ്. ഇപ്പൊ എന്തെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് പേറ്റന്റ് ഉണ്ട്, വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ. സോ ദോസ് തിങ്സ് ആർ ഇൻടാൻജിബിൾ അസറ്റ്സ്. ഒരു സർട്ടൺ കമ്പനിക്ക് ഒരു സർട്ടൺ പ്രൊഡക്റ്റിന്റെ മേലിൽ ഒരു പേറ്റന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ അസറ്റ്. ബട്ട് ഇറ്റ് ഈസ് അത് നമുക്ക് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഇൻടാൻജിബിൾ അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി റൂൾ ഓഫ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിന്റെ ഈ നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ റൂൾ നോക്കാം. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഡെബിറ്റ്, എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വളരെ സിമ്പിൾ അല്ലേ? ബിസിനസ്സിലോട്ട് എന്ത് വരുന്നോ ആ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് എന്ത് പോകുന്നോ ആ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ഇഫ് സം അസറ്റ്സ് എൻറ്റേഴ്സ് ദ ബിസിനസ്, അപ്പൊ ആ അസറ്റ് ഒക്കെ ആ പെർട്ടിക്കുലർ അസറ്റ്, ഇപ്പൊ ഫർണിച്ചർ ആണെങ്കിൽ അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഇഫ് അസറ്റ്സ് ലീവ്സ് ദ ബിസിനസ്, ഇപ്പൊ ഒരു നമ്മുടെ ഒരു ഓൾഡ് ഫർണിച്ചേഴ്സ് ബിസിനസ് സെൽ ചെയ്യണം വയ്ക്കാം, then credit that account. Okay, so debit what comes in and credit what goes out. ഇതാണ് റിയൽ അക്കൗണ്ടിലെ നമ്മള് റൂൾ ഓഫ് റിയൽ അക്കൗണ്ട് ഫോർ ട്രാൻസാക്ഷൻ എൻട്രി. ഓക്കെ,
ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. ഒരു ബിസിനസ് എന്ത് ചെയ്തു? ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹20,000 അല്ലെ? സോ ഇവിടെ എന്താ വരുന്നത്? ഫർണിച്ചർ ഇസ് കമ്മിങ് അല്ലെ? സോ വാട്ട് വി സേ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. സോ ഫർണിച്ചർ കെയിം ഇൻ. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 20,000. പിന്നെന്താ അടുത്ത റൂൾ? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. സോ പൈസ ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോകണം. സോ ദാറ്റ് ക്യാഷ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ബിക്കോസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സോ ക്യാഷ് ആണ്, ക്യാഷ് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റ്. ടു ക്യാഷ് അക്കൗണ്ട് 20,000. Okay, this is how it is done. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആ ഒരു ബിസിനസ് എന്ത് ചെയ്തു? ബിസിനസ് സോൾഡ് ഓൾഡ് മെഷീനറി ഫോർ ₹15,000. ബിസിനസ് വിറ്റു പഴയ ഒരു മെഷീനറി. സോ എന്തിനാ വിറ്റ? ₹15,000. ക്യാഷ് കമ്മിങ് ഇൻ, ഓൾഡ് മെഷീനറി ഗോയിങ് ഔട്ട്. സോ what happens? Cash debit what comes in. ഇവിടെ എന്താ വരുന്നത്? ക്യാഷ് ആണ് വരുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് 15,000. Credit what goes out, that is to machinery. To machinery account 15,000. Clear? ഇതാണ് റിയൽ അക്കൗണ്ടിന്റെ റൂൾ. That is debit what comes in, credit what goes out. Clear? ഇനി നമുക്ക് അടുത്തത് പേഴ്സണൽ അക്കൗണ്ട് നോക്കാം. 3 types of classification. While second classification ആണ് personal account. Personal account. Personal account പറഞ്ഞാൽ it's related to persons. അതേപോലെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആവാം, അതായത് കമ്പനീസ് ആവാം, ബാങ്ക്സ് ആവാം, ഓർഗനൈസേഷൻസ് ആവാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. നമ്മൾ ആദ്യത്തിൽ അസറ്റ്സ് ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് പേഴ്സൺസ്, കമ്പനീസ്, ബാങ്ക്സ്, ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. നാച്ചുറൽ പേഴ്സൺസ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്, റാം, സീത, മോഹൻ ആവാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ലൈക്ക് റിലയൻസ് ലിമിറ്റഡ്, സ്കൂൾസ്, കമ്പനീസ്, SBI, ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സണിൽ വരും. ഇനി ഇത് കൂടാതെ തന്നെ അനദർ കേസ് കോൾഡ് റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിന് ടൈപ്സ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി നാച്ചുറൽ പേഴ്സൺസ്. Natural person or human beings, Ram, Sita, Mohan, whatever it be. And another one can be artificial persons. Artificial persons means entities created by law, say SBI, Reliance Limited, schools, companies, adella ilpedum. Okay. Now another type is representative personal accounts. Representative personal accounts. Representative personal accounts. അത് പറഞ്ഞാല് ദീസ് റെപ്രസെന്റ്സ് എ പേഴ്സണൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, പ്രീപെയ്ഡ് റെന്റ്, അക്രൂഡ് ഇൻകം, ഇതൊക്കെയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി മീൻസ് സാലറി പേയബിൾ ടു എംപ്ലോയീസ് അല്ലെ? അപ്പൊ ആ രീതിയിൽ ദീസ് റെപ്രസെന്റ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. റെപ്രസെന്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഓക്കെ. ഇനി ഇതിന്റെ റൂൾ എങ്ങനെയാണ്? ട്രാൻസാക്ഷന്റെ റൂൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമ്മൾ റിയൽ അക്കൗണ്ടിന്റെ റൂൾ നോക്കിയ പോലെ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എങ്ങനെയാണ് നോക്കാം. റൂൾ ഓഫ് എ പേഴ്സണൽ അക്കൗണ്ട്. റൂൾ ഓഫ് എ പേഴ്സണൽ അക്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് ഡെബിറ്റ് ദ റിസീവർ. ആർക്കാണോ കിട്ടുന്നത് ആ ആളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ദ
ഗിവർ, ആരാണോ കൊടുക്കുന്നത് ആ ആളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരു എക്സാമ്പിൾ നോക്കാം. പേഡ് റാം ₹5,000. അപ്പൊ റാമിന് കിട്ടി അല്ലെ? അപ്പൊ റാമിന് എന്താ ഡെബിറ്റ് ചെയ്യണം? റാം അക്കൗണ്ട് ഇസ് ഡെബിറ്റ്. റാം അക്കൗണ്ട് ഡെബിറ്റ് 5,000. ഓക്കെ, ഇനി പെയ്ഡ് റാം എന്ത്? ക്യാഷ് അല്ലേ? ക്യാഷ്, വാട്ട് ഈസ് ക്യാഷ്? ക്യാഷ് ഈസ് എ റിയൽ അക്കൗണ്ട് അല്ലെ? റിയൽ അക്കൗണ്ട് എന്താണ്? വെൻ ഇറ്റ് ഗോസ് ഔട്ട് ക്രെഡിറ്റ്. അപ്പൊ ഹിയർ ക്യാഷ് ഇസ് ഗോയിങ് ഔട്ട് ഓഫ് ദി ബിസിനസ്, സോ ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട് 5,000. ഓക്കെ, ഇത് റാം അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അപ്പോ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ. റാമിനാണ് പൈസ കിട്ടുന്നത്, സോ ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് ആണ് പുറത്തു പോകുന്നത് അല്ലെ? സോ ക്രെഡിറ്റ് ക്യാഷ്. ക്ലിയർ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. Received loan from bank 50,000. ഓക്കെ, ക്യാഷ് 50,000 വരുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്യാഷ്? ക്യാഷ് ഈസ് എ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദി ബിസിനസ്. അപ്പൊ ബിസിനസ്സിലോട്ട് ക്യാഷ് വരികയല്ലേ ചെയ്യുന്നത്? ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയിട്ട് ബിസിനസ്സിലോട്ട് ക്യാഷ് വരികയാണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന ആ ഒരു റൂൾ വെച്ചിട്ട്, റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് ആ ഒരു റൂൾ വെച്ചിട്ട് cash account will be debited 50,000. ഇനി ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട് അല്ലെ? അതിലെന്താ വരിക? അതിന്റെ അർത്ഥം എന്താ? ബാങ്ക് ഈസ് എ ഗിവർ. 50,000 കൊടുക്കുമ്പോൾ ബാങ്ക് ഈസ് എ ഗിവർ. ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം, റിസീവറിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണല്ലോ പേഴ്സണൽ അക്കൗണ്ട് റൂൾ. സോ ടു ബാങ്ക് ലോൺ അക്കൗണ്ട് ബാങ്ക് ലോൺ അക്കൗണ്ട് 50,000. ക്ലിയർ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ അത്? ഇനി നമുക്ക് തേർഡ് അവസാനത്തെ ടൈപ്പ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. Third type is a nominal account. Here account relates to expenses, losses, incomes and gains. Okay, ഇതിൽ ഈ അക്കൗണ്ടിൽ വരുന്നത് എക്സ്പെൻസസ് വരും, ലോസസ് വരും, ഇൻകം വരും, ഗെയിൻസ് വരും. ഇതൊക്കെയാണ് ഇത് വരിക. ഉദാഹരണം സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇനി ഇൻകം ആണെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ ഇവിടുത്തെ റൂൾ എന്താന്ന് വെച്ചാല് വളരെ എളുപ്പമാണ്. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടിനും ഉള്ള റൂൾ പോലെ ഇവിടെയും ഒരു റൂൾ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നമ്മൾ കണ്ടുപിടിക്കുക. റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് വെച്ചാല് debit all expenses and losses. Credit all incomes and gains. Okay, so debit all expenses and losses, credit all income and gains. ഇതാണ് റൂൾ ഓഫ് എ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ സാലറി പെയ്ഡ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ അക്കൗണ്ട് ഉണ്ടാവും? സാലറി അക്കൗണ്ട് ഉണ്ടാവും, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, സോ ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. അപ്പൊ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ആവുമ്പോൾ
രണ്ട് അക്കൗണ്ട് ആണ് ഉണ്ടാവുക. വൺ ഈസ് എ സാലറി അക്കൗണ്ട് ആൻഡ് അനദർ വൺ ഈസ് എ ക്യാഷ് ഈസ് ഇൻവോൾവ്. സോ സാലറി എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എൻ എക്സ്പെൻസ്. സോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് പറയുമ്പോൾ സാലറി അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് 10,000. ഇനി ക്യാഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ എന്താ പറയുക, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുന്നത്. ഇതിൽ ക്യാഷ് ആണല്ലോ, സാലറി കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ക്യാഷ് ഗോസ് ഔട്ട് അല്ലേ. സോ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 10,000. ക്ലിയർ അല്ലേ? സാലറി ഈസ് ഈക്വൽ ടു എക്സ്പെൻസസ് ഡെബിറ്റ്, ക്യാഷ് പെയ്ഡ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. Example 2, interest received. Interest received എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻകം അല്ലെ. അപ്പോ ഇൻട്രസ്റ്റ് ഈസ് ഒബ്വിയസ്ലി എ നോമിനൽ അക്കൗണ്ട് അല്ലെ. അതിൽ ഇറ്റ്സ് എന്താ പറയാ, ഇൻകം റിസീവ് ചെയ്യുന്നതിന് ഇൻകം ആൻഡ് ഗെയിൻ ഷുഡ് ബി ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. അതല്ല റൂൾ പറയുന്നത് ഇൻകമും എക്സ്പെൻസും, ഇൻകമും ഗെയിൻസും ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസും ലോസും ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ് എന്ന് പറയുമ്പോൾ ക്യാഷിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത്, ക്യാഷ് ഇസ് കമ്മിങ് ഇൻ ടു ദ ബിസിനസ് അല്ലെ. സോ ക്യാഷ് ഒരു റിയൽ അക്കൗണ്ട് ആണ്. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അങ്ങനെ വരുമ്പോൾ ക്യാഷ് ഡെബിറ്റ് ആവും. ക്യാഷ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ്. ക്യാഷ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് 2,000. ആൻഡ് എവിടേക്കാ പോകുന്നത്? ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ്. ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് 2,000. കാരണം ഇറ്റ്സ് എൻ ഇൻകം അല്ല, ഇൻകം ആണ് വരുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇൻകം ആണ് കിട്ടുന്നത്. സോ ഡെബിറ്റ് ദ എക്സ്പെൻസ് ആൻഡ് ക്രെഡിറ്റ് ദ ഇൻകം എന്നാണല്ലോ നമ്മുടെ റൂൾ. സോ അത് ഫോളോ ചെയ്തിട്ട് ഇത് ചെയ്യുന്നു. സോ ഇതാണ് 3 അക്കൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.